ശേഷം അടുത്ത സ്റ്റെപ്പിൽ ഈ സംവിധായകന്റെ ഭാഗത്തു നിന്നുള്ളവർ അഡ്ജസ്റ്റ്മെന്റ് വേണ്ടി വരും കേട്ടോ. ഹേമ കമ്മീഷനുമായി ബന്ധപ്പെട്ടിട്ട് നല്ല ചൂട് പിടിച്ച ചർച്ചകൾ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സിനിമയിൽ നടക്കുന്ന വിഷയങ്ങളെക്കുറിച്ചിട്ട് ഗവൺമെൻറ് പഠിച്ച് തയ്യാറാക്കിയ റിപ്പോർട്ടാണ് ഈ ഹേമ കമ്മീഷൻ്റെ റിപ്പോർട്ട്. സിനിമയിൽ 15 പേര് അടങ്ങുന്ന ഒരു പവർ ഗ്രൂപ്പ് ഉണ്ട് എന്നാണ് പറയുന്നത്. അവർ മാഫിയ പോലെ പ്രവർത്തിക്കുന്നതായിട്ടും പറയുന്നു. സിനിമയെ ഭരിക്കുന്നത് അവരാണ് എന്നാണ് അറിയുന്നത്. അങ്ങനെയുള്ള കുറച്ച് വാർത്തകളാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ കൂടെ ഹേമ കമ്മീഷൻ്റെ റിപ്പോർട്ടിൽ പറഞ്ഞ 1-2 കാര്യങ്ങൾ കൂടിയുണ്ട്. വളരെ എടുത്ത് പറയേണ്ട റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇത്. ഈ റിപ്പോർട്ട് പുറത്ത് വന്ന കാരണം ഭാവിയിൽ ചിലപ്പോൾ മാറ്റം വന്നേക്കാവുന്ന കാര്യവുമാണിത്. അപ്പോൾ അത് എന്താണെന്നുള്ളത് ഒന്ന് നോക്കാം. ഈ ഹേമ കമ്മീഷൻ്റെ റിപ്പോർട്ടുമൊക്കെ വന്ന് കുറേ ദിവസങ്ങളായിട്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാ ചാനലുകളിലും പ്രമുഖ ചാനലുകളിലൊക്കെ തന്നെ ഈ വാർത്ത വരുന്നുണ്ട്. അപ്പോൾ അതിൽ ഈ പ്രത്യേകിച്ചിട്ടുള്ള ഈ 1-2 വിഷയങ്ങൾ കണ്ടപ്പോഴേക്കുമാണ് ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ ആ വീഡിയോയുടെ പ്രസക്തിയും അതിന് ഒന്ന് ഷെയർ ചെയ്യേണ്ട ആവശ്യകതയെക്കുറിച്ചിട്ടും ഓർത്തിട്ടാണ് ഇത് ഇന്ന് ഷെയർ ചെയ്യാനായിട്ടുള്ള കാരണം. ഒന്നാമത്തെ കാര്യം വന്നിട്ട് റിപ്പോർട്ടിൽ പ്രത്യേകം എടുത്ത് പറയുന്നുള്ളൂ. അതെന്താണെന്ന് പറഞ്ഞാൽ പല സിനിമ സെറ്റുകൾക്കും അഭിനയിക്കാൻ വരുന്ന ആളുകൾ, അവർക്ക് സ്ത്രീകൾക്കായാലും അഭിനയിക്കാൻ വരുന്ന അഭിനേതാക്കൾക്ക് പ്രത്യേകിച്ച് ഒരു അടിസ്ഥാന സൗകര്യങ്ങൾ പോലും നൽകുന്നില്ല എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. റെസ്റ്റ് റൂം യൂസ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഒന്നും തന്നെ അവിടെ ഇല്ല എന്നാണ് അറിയുന്നത്. പല സിനിമ സെറ്റുകളിലും ആ രീതിയിലാണ് പ്രവർത്തിച്ചു വരുന്നത്. അതുപോലെ തന്നെ ഷൂട്ടിങ്ങൊക്കെ നടക്കുമ്പോൾ അതിനിടയിൽ ആരെങ്കിലും ഇതൊക്കെ ആവശ്യപ്പെട്ടാൽ പൊളിഞ്ഞ് വൃത്തികെട്ട ബാത്റൂമൊക്കെയാണ് കൊണ്ട് കാണിച്ചു കൊടുക്കുന്നത്. കാലാകാലങ്ങളായി ഇതൊക്കെയാണ് മലയാളം സിനിമയിലെ അവസ്ഥ എന്നാണ് പറയുന്നത്. കേരളത്തിൽ ഏറ്റവും പണമൊഴുകുന്ന ഒരു ഫീൽഡാണ് ഈ ഫിലിം ഇൻഡസ്ട്രി. അവിടെ മനുഷ്യന് ഇതുപോലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ പോലും കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എന്തൊരു ദുരവസ്ഥയാണത്. അഭിനയിക്കാൻ വരുന്നവർ അതിനോട് അഡ്ജസ്റ്റ് ആകുന്നതാണ് പതിവ്. അടുത്ത കാലം ഇതിനെപ്പറ്റി തുറന്ന് സംസാരിച്ച ഒരു നടിയാണ് സംയുക്ത. 5-6 മാസം മുമ്പ് നടന്ന ഒരു ഇൻ്റർവ്യൂവിൽ സംയുക്ത ഈ കാര്യം തുറന്ന് തന്നെ പറയുന്നുണ്ട്. നമ്മൾക്കതൊന്ന് കണ്ടിട്ട് വരാം. And I wonder why. എന്തുകൊണ്ടാണ് എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ബിക്കോസ് പക്ഷെ നമ്മൾ ചെയ്യുന്ന ജോലിക്ക്, നമ്മുടെ സ്പേസിന്, നമ്മുടെ ടൈമിന്, ഇതെല്ലാത്തിനും ഒരു റെസ്പെക്ട് തരിക എന്ന് പറയുന്നത് വലിയൊരു, ഞാൻ ഇതെന്താ ഇങ്ങനെ എന്നൊക്കെ എനിക്ക് ആദ്യം തോന്നിപ്പോയിട്ടുണ്ട്. ബിക്കോസ് പെട്ടെന്ന് ഒരു പുതിയ ഒരു കാര്യത്തിലേക്ക് ഇൻട്രൊഡ്യൂസ്ഡ് ആവുമ്പം സംടൈംസ് എനിക്ക് പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട്. ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് സംതിങ് വാസ് ഗോയിങ് റോങ്, അതാണ് ആദ്യം വേണ്ടത്. നമുക്ക് ആദ്യം മനസ്സിലാവണ്ടേ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് തെറ്റാണ് എന്ന് മനസ്സിലാവണ്ടേ. ഒരു എക്സാമ്പിൾ പറയോ? ഇപ്പൊ ഈ കഴിഞ്ഞ ഒരു 4-5 വർഷത്തെ ജേർണി തന്നെ പല കാര്യങ്ങളും ചേഞ്ച് ചെയ്തിട്ടുണ്ടാവും ഫോർ യു സംയുക്ത. പക്ഷെ തുടക്കത്തിൽ ഇപ്പൊ ഈ പറഞ്ഞ കാര്യം എന്തായിരുന്നു ആ ഒരു സിറ്റുവേഷൻ ദാറ്റ് മെയ്ഡ് യു തിങ്ക്? ബിക്കോസ് പല സിനിമ ഷൂട്ട് ചെയ്യുമ്പോഴും എനിക്ക് ബേസിക്സ് പോലും കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ പെട്ടെന്ന് ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പെട്ടെന്ന് വാഷ്റൂം അവൈലബിൾ അല്ല. നമ്മളെ ഒരു ഒട്ടും ക്ലീൻ അല്ലാത്ത, ഡോറൊന്നും മര്യാദക്കില്ലാത്ത ഒരു വാഷ്റൂം കാണിച്ചിട്ട് ഇതാണ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ എന്ന് പറയുമായിരുന്നു. കുറച്ച് നാളെടുത്തു അത് ഓക്കെ അല്ല എന്ന് പറയാനായിട്ട്. ബിക്കോസ് ഇറ്റ് ഈസ് മൈ വർക്ക് സ്പേസ്, ഇറ്റ് ഈസ് ബിസിനസ്. സോ ഒരു ആക്ടർക്ക് ഞാൻ പറഞ്ഞാൽ എനിക്ക് ഐ നോട്ട് ഡിമാൻഡിങ് എനിക്ക് ഭയങ്കര സംഭവം വേണമെന്നൊന്നും അല്ല, പക്ഷെ ക്ലീൻ ആയിട്ട് വാഷ്റൂം ഉപയോഗിക്കാൻ പറ്റാന്ന് പറയുന്നത് ഒരു വർക്ക് സ്പേസിലെ ബേസിക് കാര്യമാണ്. അതെനിക്ക് കിട്ടി. സംയുക്തയുമായിട്ട് പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്ത് കൊടുത്ത ഇൻ്റർവ്യൂ ആണിത്. പലരുടെയും അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. സ്ത്രീകൾക്ക് ഇത് വലിയൊരു പ്രശ്നം തന്നെയാണ്. ജെൻസിന് പോലും പുരുഷന്മാർക്ക് പോലും ഇത് ഒരു വലിയൊരു ബുദ്ധിമുട്ടില്ല. പക്ഷേ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ഒരു ഒഴിവാക്കാൻ പറ്റാത്ത വലിയൊരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ സഹിച്ചിട്ടാണ് അവരൊക്കെ ഈ അഭിനയിക്കാനും ഫിലിം ഷൂട്ടിങ്ങിൻ്റെ സെറ്റിലുമൊക്കെ പോകുന്നത്. ഇതേ കാര്യം തന്നെയാണ് പാർവതിയും ഏഷ്യാനെറ്റിനോട് പറഞ്ഞത്. ഇത് ഒന്ന് നമുക്ക് കേട്ടിട്ട് വരാം. എന്തുകൊണ്ടാണ് ബാത്റൂം എന്നുള്ളൊരു വ്യവസ്ഥ, സാനിറ്റേഷൻ എന്ന് പറഞ്ഞ ബേസിക് ആയിട്ടുള്ള ഒരു ഹ്യൂമൻ റൈറ്റ് എന്തുകൊണ്ട് കൊടുക്കുന്നില്ല? ഇത് പറയുമ്പോഴും അതിനെതിരെ നമ്മളാണ് മോശക്കാര്. അവിടെയും ആ സമയത്ത് ഒരുപാട് ഓൾഡർ ആക്ടേഴ്സ്
പ്രായം വന്നിട്ടുള്ള ആക്ടേഴ്സ്, സ്ത്രീകളും പുരുഷന്മാർക്കും അവർക്ക് ആരോഗ്യത്തിന് പ്രശ്നമുണ്ടായിട്ടും അവർക്ക് ബാത്റൂം അറേഞ്ച് ചെയ്ത് കൊടുക്കാത്ത അവസ്ഥകൾ വന്നു. അപ്പോൾ വീഡിയോ കണ്ടു കാണുമല്ലോ അല്ലേ? അപ്പോൾ ഇതൊക്കെ തുറന്ന് പറഞ്ഞതിന് പാർവതിക്ക് ഒരുപാട് പ്രശ്നങ്ങളാണ് നേരിടേണ്ടി വന്നത്. പ്രായമായവർക്ക് പോലും ഒരു നല്ല റെസ്റ്റ് റൂം നൽകുന്നില്ല എന്നുള്ള അവസ്ഥയാണ് നിലവിലുള്ളത്. വളരെ ശക്തമായിട്ട് തന്നെ ഈ കാര്യം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. ഈ റിപ്പോർട്ട് വന്നതുകൊണ്ട് ഇനിയെങ്കിലും ഇതിനൊക്കെ ഒരു മാറ്റം വരുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതൊക്കെ ഇന്നത്തെ കാലത്ത് ഈ പല വിധത്തിലുമുള്ള പ്രശ്നങ്ങൾ സ്ത്രീകൾ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഫിലിം ഇൻഡസ്ട്രിയെ പുറത്തവരയ്ക്കും ഇതൊരു വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് സ്ത്രീകൾക്ക്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട വേറൊരു വിഷയമാണ് സിനിമയിലെ കാസ്റ്റിംഗ്. അപ്പോൾ സിനിമയിൽ ഒരു ചാൻസ് കിട്ടാനായിട്ട് വളരെ മോശമായിട്ടുള്ള കാര്യങ്ങൾ വരെ ചെയ്യേണ്ടി വരുന്നു എന്നും പറയുന്നുണ്ട് സ്ത്രീകൾക്ക്. അതിനെപ്പറ്റി ഗായത്രി സുരേഷ് പറയുന്നത് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. കാണുമ്പോൾ സീരിയസ് ആയിട്ട് ചോദിക്കണം എന്നുള്ള കാര്യമുണ്ട്. ഏതോ ഇന്റർവ്യൂവിലും അതിന് മുമ്പും നമ്മൾ എപ്പോഴും സംസാരിച്ച് പോകുന്നത്, അതായത് ഇൻഡസ്ട്രിയിൽ ഇപ്പം പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ആസ് ആൻ ആക്ട്രസ് ഓർ ആക്ടേഴ്സിന് വരാം. അപ്പം അതിലിപ്പം ഈ കാസ്റ്റിംഗ് കൗച്ചിനെ പറ്റി അത് ആക്ച്വലി സീരിയസ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അത് സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞൊരു കാര്യം, അല്ലെങ്കിൽ അങ്ങനെ ഒരു അനുഭവം അത് ആക്ച്വലി സംഭവിച്ചൊരു കാര്യം തന്നെയാണ്. അയ്യോ, അനുഭവം ഉണ്ടായിട്ടില്ല, അങ്ങനെയല്ല പറഞ്ഞത്, ആ ഒരു കാര്യത്തിനെ റിലേറ്റ് ചെയ്യുന്ന. അതെ, എന്നോട് കുറെ ടീംസ് എന്നോട് ചോദിച്ചിട്ടുണ്ട്, എന്താ പറയാ, കോംപ്രമൈസിന് തയ്യാറാണോ, അഡ്ജസ്റ്റ്മെന്റ് തയ്യാറാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഇറ്റ്സ് ഓൾ അപ് ടു അസ് ചേട്ടാ, നമ്മൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യണു എന്നുള്ളതിനനുസരിച്ചേ ഉള്ളൂ. നമുക്ക് വേണമെങ്കിൽ ദേഷ്യപ്പെടാം, അല്ലെങ്കിൽ നമുക്ക് സട്ടിലായിട്ട് ഡീൽ ചെയ്ത് വിടാം. കാരണം ആൾക്കാർ എന്തായാലും ചോദിക്കും, എന്തായാലും ചോദിക്കും. പക്ഷെ നമ്മൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യണു, അല്ലാതെ ആരും നമ്മളേക്ക് റേപ്പ് ചെയ്യാനോ അറ്റാക്ക് ചെയ്യാനോ ഒന്നും വരില്ല. ആ തരത്തിലൊന്നും ഡേഞ്ചറസ് അല്ല. അതെ 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 അതെ, അത്രേ ഉള്ളൂ. അല്ലാതെ ഞാൻ അതിനെതിരെ പോരാടാനൊന്നും അവര് ചോദിക്കണല്ലേ ഉള്ളൂ. ഗായത്രി സുരേഷിൻ്റെ ഇതേ നിലപാട് തന്നെയാണ് പലരും ഈ വിഷയത്തിൽ എടുക്കുന്നത്. സിനിമയിൽ വർക്ക് ചെയ്യുന്ന ധാരാളം സ്ത്രീകൾ ഇതേ നിലപാടിൽ പോകുന്നവരാണ്. പലരുടെയും നിലപാടുകൾ ന്യൂസൊക്കെ വഴി വ്യക്തമാക്കിയിട്ടുമുണ്ട്. അപ്പോഴേ നോ എന്ന് പറഞ്ഞാൽ അവിടെ പ്രശ്നം തീർന്നു, അതിൻ്റെ അപ്പുറത്ത് യാതൊന്നും സംഭവിക്കുന്നില്ല. പക്ഷേ ഇതിന് ഭീകരമായിട്ടുള്ള മറ്റൊരു വശം കൂടിയുണ്ട്. അവിടെയാണ് സിനിമയിലേക്ക് വരുന്ന പലരും വലിയ പ്രശ്നങ്ങളിൽ ചെന്ന് കുരുങ്ങി ഒന്നുമില്ലാതെ ആയിത്തീരുന്നത്. പാർവതി ഏഷ്യാനെറ്റിൽ സംസാരിച്ചപ്പോൾ ഇന്റർവ്യൂവർ ഇതേ ചോദ്യം തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾക്കൊന്ന് കേട്ടിട്ട് വരാം. ഇതിങ്ങനെയാണ് കീഴ്വഴക്കം, ഇങ്ങനെ തന്നെ വേണ്ടി വരും അഡ്ജസ്റ്റ്മെന്റുകൾ എന്ന് വിചാരിക്കുന്ന തരത്തിലുള്ള ഒരു കണ്ടീഷനിങ്, അത് ഈ ഫീൽഡിലാണോ നടക്കുന്നത്, പുറത്താണോ? ഇറ്റ് ഈസ് ബോത്ത് വേസ് ആക്ച്വലി. നമ്മുടെ സൊസൈറ്റിയിൽ തന്നെ സ്ത്രീകൾ എന്ന് പറയുമ്പം എല്ലാത്തിനും നമ്മൾ ഉണ്ട്. അത് ആ ഒരു എൻടൈറ്റിൽമെന്റ് ഒരു സ്ത്രീ എന്നുള്ള ഒരു രൂപത്തിന് മേത്തുണ്ട് എന്നുള്ളത് ഒരു സൊസൈറ്റൽ കൾച്ചറൽ കണ്ടീഷനിങ്ങുമാണ്. അതൊരു ചിക്കൻ ആണോ എഗ് ആണോ ഫസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവം. സിനിമയിൽ കടന്നു വരുന്ന പല പെൺകുട്ടികളും ഈ അഡ്ജസ്റ്റ്മെൻറ്റിനോട് അതിനൊക്കെ തയ്യാറായിട്ടുണ്ടെങ്കിൽ മാത്രമേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ എന്നും, അങ്ങനെ അല്ലെങ്കിൽ ഉയർച്ചകളൊന്നും വരുന്നില്ല എന്നാണ് കാര്യങ്ങളുടെ കിടപ്പ്. സ്ത്രീകൾക്ക് നല്ല വേഷം കിട്ടണമെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ അതിനൊക്കെ തയ്യാറാകേണ്ട ദുരവസ്ഥയാണ് എന്നാണ് പലരും പറയുന്നത്. അത് മാറേണ്ടിയിരിക്കുന്നു. മീശമാധവൻ എന്ന ചിത്രത്തിൽ അഭിനയിച്ച ഗായത്രി വർഷ എന്ന നടി, ഒരു പക്ഷേ പട്ടാളക്കാരൻ്റെ ഭാര്യ കഥാപാത്രമായിട്ട് വന്ന നടി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. റിപ്പോർട്ടർ ടിവിയിൽ ഒരു ഇന്റർവ്യൂ കൊടുത്തിരുന്നു. അതിൽ അവർ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതൊന്ന് നമുക്ക് കേട്ടിട്ട് വരാം. ഇപ്പം എനിക്ക് മറ്റൊരാളുടെ അനുഭവം പറയാൻ പറ്റില്ല. ഞാൻ സി എ ഡി ഉണ്ണികൃഷ്ണൻ ബി എഡ് എന്ന് പറയുന്ന സിനിമയിലൂടെയാണ് അഭിനയ രംഗത്തേക്ക് വരുന്നത് 94. അതിനുശേഷം 3 സിനിമകൾ, അന്നത്തെ മനോരമ, മാതൃഭൂമിയൊക്കെ ഉൾപ്പെടെയുള്ള ഡെയിലികൾ 3 സിനിമ പലപ്പോഴായി ഗായത്രി നായിക വേഷത്തിലേക്ക് എന്ന് പറഞ്ഞിട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ 3 സിനിമകളിലും നായികയായിട്ട് ഞാൻ അഭിനയിച്ചില്ല. ഞാൻ അഭിനയിക്കാത്തതിന്റെ കാര്യം കഥയും വന്ന് പറഞ്ഞ സംസാരവും ഉണ്ടായതിനു ശേഷം അടുത്ത സ്റ്റെപ്പിൽ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് എന്നുള്ള പദവിയാണെന്ന്, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ സംവിധായകന്റെ ഭാഗത്തു നിന്നുള്ളവർ അഡ്ജസ്റ്റ്മെന്റ് വേണ്ടി വരും കേട്ടോ എന്ന് പറയും. ഗായത്രിയോട് നേരിട്ട് പറഞ്ഞോ അഡ്ജസ്റ്റ്മെന്റ് വേണ്ടി വരുമെന്ന്? പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ഗായത്രിയോട് പറഞ്ഞു. സംവിധായകന് വേണ്ടിയിട്ട് എന്നോട് നേരിട്ട് പറയുന്നു. അതേ സ്പോട്ടിൽ ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാൻ ഈ സിനിമ ചെയ്യുന്നില്ല കേട്ടോ എന്ന് പറഞ്ഞ ആ ഒരൊറ്റ വാക്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരേ സെന്റൻസിൽ സിനിമ ഒഴിവാക്കി പോയവളാണ് ഞാൻ. പക്ഷെ അങ്ങനെ എത്ര പേര് പോകുന്നു എന്നുള്ളതാണ് ചോദ്യം. ഒരുപാട് അഡ്ജസ്റ്റ്മെന്റ് വേണ്ടി വരും എന്ന് പറഞ്ഞപ്പോൾ ഗായത്രിയുടെ ഒരു പ്രതികരണം എന്തായിരുന്നു ആ സമയത്ത്?
ഞാൻ ആ സിനിമ ഒഴിവാക്കി പോയി എന്നുള്ളതിനപ്പുറത്തേക്ക് എനിക്ക് പ്രതികരണം ഒന്നും ഉണ്ടായില്ല. ഞാൻ അങ്ങനെ പ്രതികരിക്കേണ്ട ഒരിടല്ല, നമുക്ക് സിനിമ ഒഴിവാക്കി പോവുക എന്നുള്ളത് മാത്രം. എന്റെ 19ാമത്തെ വയസ്സിലാണിത്. ഈ അഡ്ജസ്റ്റ്മെന്റ് എന്താണെന്ന് അറിയാത്ത എന്റെ പ്രായത്തിലാണ് ഈ ചോദിക്കുന്നത്. അപ്പൊ ഗായത്രി ചോദിച്ചില്ല എന്ത് അഡ്ജസ്റ്റ്മെന്റ് ആണ് സുഹൃത്തെ ചോദിച്ചു? അതോ ഗായത്രി അപ്പോൾ ഏകദേശം ഊഹിക്കാൻ പറ്റുമായിരുന്നു? അത് ഏകദേശം ഊഹിക്കുക, അതിനപ്പുറത്തേക്ക് ഒരു സംസാരം പോലും കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സാംസ്കാരിക നിലവാരമുള്ള ആളല്ല ഞാൻ. അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ ഊഹിക്കുകയും ആ സിനിമയിൽ നിന്ന് വിഡ്രോ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതായത് സിനിമയിലേക്കുള്ള എൻട്രിക്ക് മുമ്പ് തന്നെ അഡ്ജസ്റ്റ്മെന്റ് വേണ്ടി വരും എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവുമാർ വരുന്നു എന്നുള്ളത് ഈ കമ്മിറ്റിയിലും പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അത് ഗായത്രിക്ക് നേരിട്ട് അനുഭവമുണ്ട്. അപ്പോൾ റിപ്പോർട്ടർ ടി വിയുടെ ഡോക്ടർ അരുൺ ചികഞ്ഞ് ചോദിക്കുന്നുണ്ട്, ഈ ഗായത്രി വർഷ പറഞ്ഞതിൽ നിന്ന് തന്നെ പല കാര്യങ്ങളും മനസ്സിലാകുന്നു. 3 സിനിമകളിൽ നായിക വേഷം തേടി വന്നു, പക്ഷേ 3 സിനിമകളിലും ഇവർക്ക് അഭിനയിക്കാൻ കഴിഞ്ഞതുമില്ല. കാരണം അതിൽ അഭിനയിക്കാൻ ഡയറക്ടറുമായിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യണം എന്ന ഒരു വ്യവസ്ഥ ഉണ്ടായിരുന്നു, അതിനവർ തയ്യാറായില്ല. സിനിമ കരിയർ അവിടെ അവർക്ക് അവസാനിക്കുകയും ചെയ്തു. നേരെ തിരിച്ച് ചിന്തിച്ചാൽ ഇതിൻ്റെ ഒരു ഭീകരാവസ്ഥ മനസ്സിലാക്കാം. ഒരു പക്ഷേ മലയാള സിനിമയിൽ മുന്നേറി വന്നവർക്കെല്ലാം ഇത്തരത്തിലൊരു അവസ്ഥ ഉണ്ടായി എന്നല്ല അതിനർത്ഥം. അങ്ങനെ ആരും ചിന്തിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇതൊക്കെയാണ് ഇൻഡസ്ട്രിയിൽ നടക്കുന്നത് എന്നാണ് കേൾക്കാനായിട്ട് കഴിയുന്നത്. ഇപ്പോൾ സ്ത്രീകൾ ധാരാളം പേര് ഉദ്യോഗത്തിനും പല ഫീൽഡിലുമൊക്കെ വർക്ക് ചെയ്യുന്നവരാണ്. അപ്പോൾ അതൊക്കെ പുറത്ത് പറയാതെ അവർ അനുഭവിക്കുന്ന ഈ ഓരോരോ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും എത്രമാത്രം ഭീകരമാണ് എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ ഫിലിം ഇൻഡസ്ട്രിയിലത്തെ ഓരോരോ കഥകളും. എല്ലാ തുറകളിലും മിക്കവാറും സ്ത്രീകൾ വർക്ക് ചെയ്യുന്നത് ഇതൊക്കെ സഹിച്ചിട്ടും പുറത്ത് പറയാതെ മൗനം പാലിച്ചിട്ടുമൊക്കെയാണ്. എത്രയോ പേർ ഈ ഫിലിം ഫീൽഡൊക്കെ വിട്ട് പോയിട്ടുണ്ട്. പല നടികളും 1-2 സിനിമകളൊക്കെ തല കാണിക്കും, പിന്നീട് വരാത്തതിൻ്റെ കാരണങ്ങൾ ഒരു പക്ഷേ ഇതൊക്കെ ആയിരിക്കാം. പുറം ലോകത്തിനോട് അതൊന്നും പറയാൻ പറ്റില്ലാത്തൊരവസ്ഥയായിരിക്കും. അപ്പോൾ ഇനിയെങ്കിലും ഇതുപോലെയുള്ള സംഭവങ്ങൾ മലയാളം ഇൻഡസ്ട്രിയിൽ ഉണ്ടാകാതിരിക്കാനായിട്ട് ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നായാലും ഏത് രീതിയിലായാലും ഇപ്പോൾ പല സംഭവങ്ങളും സ്ത്രീകൾക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അതിന് നിയമ വഴിയും പല വ്യവസ്ഥകളും നോക്കിക്കൊണ്ടിരിക്കുന്നു. അതൊക്കെ നടപ്പിൽ വരുത്തുകയും അതിനുള്ള ശ്രമങ്ങളൊക്കെ സ്ത്രീകളുടെ സുരക്ഷകളെ കരുതിയിട്ട് പലതരം സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഇതുപോലെയുള്ള കാര്യങ്ങൾ വളരെ ഗൗരവത്തോടു കൂടി തന്നെ എടുക്കേണ്ട ഒന്നായിട്ട് തോന്നുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഓരോരോ ഇൻഡസ്ട്രിയിലുമുള്ള അവസ്ഥ എന്നുള്ളൊരു കാര്യം കൂടി എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇന്ന് റെലവൻ്റ് ആണെന്ന് തോന്നിയിട്ട് ഇത് ഞാൻ പ്രസൻറ്റ് ചെയ്യാനായിട്ടുള്ള കാരണം. അപ്പോൾ ഇതുപോലെ ഇനിയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.